ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ 2 മത്സരങ്ങളും ഇപ്പോൾ ബ്രസീൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ബ്രസീലിന് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആരാധകർക്ക് പൂർണ്ണ സംതൃപ്തി നൽകുന്ന ഒരു പ്രകടനം 2 മത്സരങ്ങളിലും ലഭിച്ചിട്ടില്ല. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും പല ആരാധകർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ 2 മത്സരങ്ങളിലും ബ്രസീലിയൻ ആരാധകരെ ഞെട്ടിച്ച ഒരു താരമുണ്ട്. അത് മറ്റാരുമല്ല, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഡഗ്ലസ് സാന്റോസ് ആണ്. 2 മത്സരങ്ങളിലും വളരെ നല്ല രൂപത്തിലാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കൊണ്ടാണ് ഡഗ്ലസ് സാന്റോസ് കളിച്ചിട്ടുള്ളത്. മുന്നേറ്റത്തെയും പ്രതിരോധത്തെയും ഒരുപോലെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, മുഴുവൻ സമയവും നല്ല ഇന്റൻസിറ്റിയോടുകൂടി, നല്ല തീവ്രതയോടുകൂടി അദ്ദേഹം കളിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ചില കണക്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2 മത്സരങ്ങളിൽ നിന്നായി 10 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 6 ടാക്കിളുകൾ അദ്ദേഹം വോൺ ചെയ്തിട്ടുണ്ട്. 8 ബോൾ റിക്കവറികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു ഇന്റർസെപ്ഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ 2 മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വിനീഷ്യസ് ജൂനിയർക്ക് കൂടുതൽ ബോളുകൾ നൽകാൻ അദ്ദേഹത്തിന് ആ വിങ്ങിൽ കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ബ്രസീലിന്റെ ഇടത് വിങ്ങിലൂടെ കൂടുതൽ മുന്നേറ്റങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ഡഗ്ലസ് സാന്റോസിന് കൂടി നൽകേണ്ടതുണ്ട്. വലത് വിങ്ങിൽ ആദ്യ മത്സരത്തിൽ റോജർ ഇബാനസ് ആണ് കളിച്ചത്. രണ്ടാമത്തെ മത്സരത്തിൽ ഡാനിലോ കളിച്ചു. രണ്ടുപേർക്കും വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ വെസ്ലി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനേക്കാൾ മികച്ച രൂപത്തിൽ കളിക്കാൻ സാധിക്കുമായിരുന്നു. ഏതായാലും ഡഗ്ലസ് സാന്റോസിന്റെ ഒരു പ്രകടനം ഇപ്പോൾ ആരാധകർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. 2 മത്സരങ്ങളിലും നല്ല രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.